സുഹൃത്തുക്കളെ, ഇത് നമ്മളെ തിപ്പല്ലിയാണ്. നല്ലൊരു ഔഷധ ചെടിയാണ്. നമ്മളെ വീട്ടിലൊക്കെ യഥേഷ്ടം ഒരു പരിചരണവും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇത് കുരുമുളകിനെ പോലെ തന്നെ കുരുമുളക് കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് തിപ്പല്ലി. തിപ്പല്ലി ഒട്ടുമിക്ക ഔഷധങ്ങൾക്കും ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഔഷധ ചെടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ യഥേഷ്ടം വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് തിപ്പല്ലി. കുരുമുളക് ഉപയോഗിക്കുന്നതിന് പകരം മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതുപോലെ ചുമരിലൊക്കെ ഒന്ന് വെറുതെ വെച്ച് കൊടുത്താൽ മതി. 2-3 മാസം കൊണ്ട് നന്നായിട്ട് പടർന്ന് പറ്റിപ്പിടിച്ച് പോയി. പിന്നീട് നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേനൽക്കാലത്ത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക, അത്രമാത്രം മതി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ പല പ്രാവശ്യമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇതിൻ്റെ തണ്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ചോദിക്കാവുന്നതാണ്. യാതൊരു പ്രതിഫലവും വേണ്ട. നിങ്ങളുടെ വീട്ടിലും ഇതൊക്കെ വളരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് പ്രത്യേകിച്ച് ഒരു ഔഷധ ചെടിയാണ്. ഇതിന് 400 രൂപ 500 രൂപ കിലോക്ക് ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. എങ്കിലും ഇത് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യം നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അതിന് വേണ്ടിയിട്ട് കടയിൽ പോയി തണ്ടേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലൊന്നുണ്ടെങ്കിൽ യഥേഷ്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിന് യാതൊരു പരിചരണവും വേണ്ട, കുരുമുളകിൻ്റെ അത്രയും പരിചരണം വേണ്ട, രോഗബാധിതയില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് പടരാൻ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ ചുറ്റുമതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ 2-3 തൈ ഇതുപോലെ വെച്ച് കൊടുത്താൽ അതതിൻ്റെ രീതിയിൽ യഥേഷ്ടം വളർന്നു പോകും. വളരുമ്പോൾ തന്നെ അതിൽ തിരികളും മറ്റുണ്ടാവും. പിന്നെ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല. നമ്മളിതിൽ കാണുന്ന പോലെ നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരും. വേനൽക്കാലത്ത് ആദ്യമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക എന്നല്ലാതെ ഇതിന് വേറെ വളപ്രയോഗമോ പരിചരണമോ ഒന്നും വേണ്ട. നമുക്കുള്ള ജോലി ഇത് അറുത്തെടുക്കുക, ഉണക്കുക എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ തണ്ടുകളാണ് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ റിക്വസ്റ്റ് ഉണ്ട്, കൊറിയറായിട്ട് ഇപ്പോൾ തൽക്കാലം ആരും ചോദിക്കരുത്. കാരണം നമുക്ക് ദൂരമായിട്ട് യാത്ര ചെയ്യാനും ബൈക്ക് ഓടിക്കാനൊന്നും കഴിയാത്ത രീതിയിൽ നമ്മളിപ്പോൾ കൊറിയറൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊറിയറിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് നേരിട്ട് വരുന്നവർക്കൊക്കെ യഥേഷ്ടം കൊണ്ടുപോകാം. അതേപോലെ കുരുമുളകിൻ്റെ വള്ളിയും വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഔഷധ ചെടിയാണ്. ആർക്കാണോ വേണ്ടത്, അടുത്തുള്ളവർക്കാണോ ദൂരമുള്ളവർക്കാണോ ആർക്ക് വന്നാലും ഇവിടുന്ന് യഥേഷ്ടം കൊണ്ടുപോകാം. നമ്മൾ ചുറ്റുമതിലൊക്കെ നന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പെരൻ്റെ മുകളിലൊന്നും വെച്ച് കൊടുക്കരുത്. കാരണം ഇഴജന്തുക്കളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.